നമ്മൾ നോക്കാൻ പോകുന്നത് ഷഹീൻ മിസ്ട്രിയുടെ ദീദി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ചെറിയൊരു പോയമായിട്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അതിനുശേഷം നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. I remember sitting on the wide veranda of our Indonesian home, writing tilted poems and notes in a carefully guarded diary. I would sit and watch little ants carry large loads, determined to get their destination. What was my destiny? I was already 12 years old, but what had I achieved? ഇപ്പോൾ നമ്മുടെ റൈറ്റർ തൻ്റെ ഇന്തോനേഷ്യയിലൊരു വീട്ടിൽ ആ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും, ഈ തൻ്റെ ഡയറിയിൽ പോയംസും അതുപോലെ തന്നെ നോട്ട്സും ഒക്കെ കുറിച്ച് വയ്ക്കുമായിരുന്നു. ഈ സമയത്താണ് അദ്ദേഹം കാണുന്നത് കുഞ്ഞു കുഞ്ഞു ആൻസ് അവരേക്കാൾ വലിയ ലോഡ്സ് അല്ലെങ്കിൽ ആഹാര സാധനങ്ങളുമായിട്ടൊക്കെ പോവുകയാണ്, അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർ അവരുടെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്കാണ് പോകുന്നത്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ആ സ്പീക്കർക്ക് ഒരു ചോദ്യം ഉയരുകയാണ് ചെയ്തത്. തനിക്ക് 12 വയസ്സായി, അപ്പോൾ ഇതുവരെ താൻ എന്താണ് നേടിയത് എന്നുള്ള ചോദ്യമാണ് ഈ സ്പീക്കറുടെ തലയിലേക്ക് വന്നത്. It was 1983. We lived in Jakarta in a lovely white colonial home on a street that was skirted. It was a pleasant, almost perfect life until the day I was taken to visit an orphanage in the city. I do not remember how the orphanage looked, but I vividly remember the children. I saw crying children, laughing children, quiet children, screaming children, and I remember not knowing what to do. I returned to the orphanage every weekend. Perhaps it was merely curiosity or a sense of thankfulness for all that I had, or maybe every children's real desire to learn more about the world. അപ്പോൾ ഈ കഥ നടക്കുന്നത് 1983. അപ്പോൾ അവർ താമസിച്ചത് ഇന്തോനേഷ്യയിലെ ജക്കാർട്ട എന്ന് പറയുന്ന ടൗണിൽ ഒരു ക്വയറ്റായ ഒരു സ്ട്രീറ്റിലെ ഒരു വൈറ്റ് കൊളോണിയൽ ഹോമിലാണ്, ഒരു വൈറ്റ് കൊളോണിയൽ ഹൗസിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ലൈഫൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം ഇടയ്ക്ക് ഇവർ ഒരു ഓർഫനേജ് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓർഫനേജ് ഇവർ പലതരത്തിലുള്ള കുട്ടികളെയാണ് കണ്ടത്. ഓർഫനേജിൻ്റെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, അതായത് ഓർഫനേജിൻ്റെ അപ്പിയറൻസോ അങ്ങനെയൊന്നും ഓർമ്മയില്ല. പക്ഷേ ഓർഫനേജിനുള്ളിൽ പലതരത്തിലുള്ള കുട്ടികളെയാണ് കണ്ടത്. കരയുന്ന കുട്ടികൾ, ചിരിക്കുന്ന കുട്ടികൾ, മിണ്ടാതിരിക്കുന്ന കുട്ടികൾ, അങ്ങനെയാണ് നിലവിളിക്കുന്ന കുട്ടികൾ, അങ്ങനെ പല തരത്തിലുള്ള കുട്ടികളെയാണ് കണ്ടത്. അപ്പോൾ ഇതിന് ശേഷം എല്ലാ വീക്കെൻഡിലും ഇദ്ദേഹം ഓർഫനേജ് കാണാൻ പോയി തുടങ്ങി. 2 കാര്യമുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആദ്യത്തേത്, അദ്ദേഹത്തിന് ലഭിച്ച എല്ലാത്തിനോടുള്ള നന്ദി സൂചകമായിട്ടാണ് അതില്ലാത്ത കുട്ടികളെ കാണാൻ പോകുന്നത്. 2 കുട്ടിയെന്നുണ്ടെങ്കിൽ കൂടുതൽ ലോകത്തെപ്പറ്റി അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അത് കാരണമാണെന്ന് നമ്മുടെ സ്പീക്കർ പറയുന്നുണ്ട്. My father was a banker who had to move cities. Growing up was a whirlwind of 10 schools across 5 countries that spanned the French, British, American and international school system. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ബാങ്കറായിരുന്നു. അതുകൊണ്ട് തന്നെ സിറ്റീസ് മാറി മാറി താമസിക്കേണ്ട ആവശ്യം വന്നു. അപ്പോൾ ഒരു 10 സ്കൂളിൽ ഒരു വേൾഡ് വിൻഡ് അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റി നടന്നു, 10 സ്കൂളിൽ ഇങ്ങനെ ചുറ്റി നടന്നു ആണ് ഇദ്ദേഹം പഠിച്ചത്. അപ്പോൾ ഒരുപാട് 5 കൺട്രീസ് ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഫ്രഞ്ച്, അമേരിക്കൻ, ബ്രിട്ടീഷ് ആൻഡ് ഇൻ്റർനാഷണൽ സ്കൂൾ സിസ്റ്റമൊക്കെ ഇദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5 കൺട്രീസിലായിട്ട് പല സ്കൂൾ സിസ്റ്റംസ് ഫോളോ ചെയ്താണ് ഇദ്ദേഹം ഡെവലപ്പ് ചെയ്ത് വന്നത്. I began to understand that life wasn't perfect during my summer vacations. My summer was spent between the orphanage in Jakarta and trips back to Mumbai, where I volunteered at the Happy Home and the School for the Blind. I remember thinking of the beauty you can create when you look beyond what you can see. The school buzzed with confidence, children running up and down the staircases or playing cricket on the terrace with a bar that jingled. അപ്പോൾ അദ്ദേഹം പതിയെ മനസ്സിലാക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ സമ്മർ വെക്കേഷൻ ഒന്നും പെർഫെക്റ്റ് ആയിരുന്നില്ല. കാരണം ഒന്നുകിൽ അത് ജക്കാർട്ടയിൽ ഓർഫനേജിലായിരിക്കും, അല്ലെങ്കിൽ മുംബൈയിലേക്ക് വന്നിട്ട് അവിടുത്തെ പ്രോഗ്രാംസ്, ദ ഹാപ്പി ഹോം ആൻഡ് സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന പ്രോഗ്രാംസിൻ്റെയൊക്കെ വോളണ്ടിയർ ആയിരിക്കും ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹം കാണുന്നത് കുട്ടികൾ ഓടി ചാടി കളിച്ച് നടക്കുന്നതൊക്കെയാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത് അവിടേക്ക്. It was through these summer experiences in India that I began to see inequity. I had gone from a family lunch to the dining hall
at the blind school. I had watched through the window of my air-conditioned car as children would beg in the street. I had seen piles of wasted food at a friend's party, and when I left, I would notice a woman sitting on the side of the road, portioning out all too meager amounts of dal and rice for her family. I started to see the slums of Mumbai as the fabric of the city. Suddenly they appeared to be everywhere. I began to notice the disparity that existed in different people's life. അപ്പോൾ ഈ സമ്മർ അല്ലെങ്കിൽ ഇന്ത്യൻ സമ്മേഴ്സിൽ കൂടിയാണ് അദ്ദേഹം എന്താണ് ഇനിക്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഇക്വാലിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ ഇക്വിറ്റി ഇല്ലായ്മ എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയത്. അന്ന് ആ സമ്മർ സീസണിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഫാമിലി ലഞ്ച് അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലെ ഫാമിലി ലഞ്ചിൽ നിന്നും ബ്ലൈൻഡ് സ്കൂളിൽ എല്ലാവരും ചേർന്നുള്ള ഡൈനിങ് ഹാളിലെ ഫുഡിലേക്കായി. അപ്പോൾ അവിടെ തൻ്റെ എയർ എ സി കാറിനകത്തെ ആ വിൻഡോ ചില്ലിലൂടെ നോക്കിയപ്പോഴാണ് അദ്ദേഹം കാണുന്നത് എന്താണ്, ഇവിടെയൊക്കെ കുട്ടികൾ ഓരോ ദിവസം കഴിയാൻ വേണ്ടി ബെഗ് ചെയ്യുന്നുണ്ട്, എന്താണ് ഭിക്ഷ യാചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പാർട്ടി സമയത്ത് ഒരുപാട് ഫുഡാണ് വേസ്റ്റ് വന്നത് എടുത്ത് കളയുന്നത്, ബാക്കി വന്നത് വേസ്റ്റാക്കി എടുത്ത് കളയുന്നത്. അപ്പോൾ അദ്ദേഹം റോഡിലിറങ്ങിയപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു വുമൺ ഇരുന്ന് എന്താണ് അവരുടെ ഫുഡൊക്കെ ഇങ്ങനെ പോർഷൻ സെപ്പറേറ്റ് ചെയ്യുകയാണ് ഫാമിലിയിലേക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ ഇദ്ദേഹത്തിന് വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നു മുംബൈയിലെ സ്ലംസ് അല്ലെങ്കിൽ മുംബൈയിലെ ചേരികൾ എന്ന് പറയുന്നത് ഒരു ഡ്രസ്സിൻ്റെ ഫാബ്രിക് പോലെയാണ്, അതായത് എല്ലായിടത്തും അതുണ്ട്. മുംബൈയിൽ എവിടെ നമ്മൾ തിരിഞ്ഞു നോക്കിയാലും സ്ലംസ് കാണാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് വാസ് എ സമ്മർ ഓഫ് 1989. ആസ് ഓൾവേസ് ഐ വാസ് ഓൺ മൈ വെക്കേഷൻ ഇൻ ഇന്ത്യ. ഓൺ വൺ ബ്ലിസ്റ്ററിംഗ് മുംബൈ ഡേ മൈ ടാക്സി സ്റ്റോപ്ഡ് അറ്റ് എ ട്രാഫിക് സിഗ്നൽ. 3 children ran up to my window, smiling and begging. And at that moment, I had a flash of introspection. Nothing too unusual had happened, but as I looked at them, I suddenly know that my life would have more meaning if I stayed in India. അപ്പോൾ 1989 സമ്മറിൻ്റെ സമയത്ത് അദ്ദേഹം അതുപോലെ തന്നെ ഇന്ത്യയിലായിരുന്നു. ആ സമയത്ത് ഒരു മുംബൈ ഡേയിൽ ഒരു ടാക്സിയിൽ ഇങ്ങനെ ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ 3 കുട്ടികൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വന്ന് ചിരിച്ചിട്ട് നിൽക്കുകയാണ് പൈസയ്ക്ക്. അപ്പോൾ ഇത് അദ്ദേഹത്തിനൊരു പുതിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല, പക്ഷേ അന്ന് എന്തോ അൺയൂഷ്വലായിട്ടുള്ള കാര്യം ഹാപ്പൻ ചെയ്തു എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. കാരണം അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഇന്ത്യയിൽ താമസിച്ചിരുന്നെങ്കിൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് മീനിങ് ഫുൾ ആയേനെ എന്നൊരു ചിന്ത വന്നു. In the days that followed, I kept thinking about those kids and that moment. India was answering the search for purpose that I had felt ever since I was a child. I was being challenged to find my identity. I wanted to be part of making things better for children. I knew then that this could be my country, and that whatever I did here could make more of a difference than in many reality of my university life in the States. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് 2-3 ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന് മനസ്സിലേക്ക് വന്ന ചിന്തകൾ ഈ കുട്ടികളെക്കുറിച്ചുള്ളത് തന്നെയായിരുന്നു. ഈ അവിടെ കണ്ട ആ 3 കുട്ടികളെക്കുറിച്ചുള്ള ഇത് തന്നെയായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ചിന്ത അദ്ദേഹത്തിനെ ബാധിച്ചു തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഉറക്കുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റി ലൈഫിനെ കാലുവെക്കി മീനിങ് ഫുൾ ആയത് ഇന്ത്യയിൽ നിന്ന് ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. Nervously, a week before I was to return to Boston, I telephoned my parents to try and explain the jumbled feelings that culminated in my strong desire to move back to Mumbai. They listened carefully but advised me and cautioned that living in Mumbai would be vastly different from my current vacation. But when I persisted, they agreed on 2 conditions: that I would get admission into a good undergraduate college in the city, and later I would travel abroad for my graduate degree. അപ്പോൾ ബോസ്റ്റണിലേക്ക്, അതായത് അമേരിക്കയിലൊരു പ്ലേസിൻ്റെ പേരാണ് ബോസ്റ്റൺ. അപ്പോൾ ബോസ്റ്റണിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് തന്നെ ഇദ്ദേഹം പാരൻസിനെ വിളിച്ചിട്ട് തൻ്റെ മനസ്സിലേക്ക് കൂടിയ എല്ലാ ചിന്തകളും പറയുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ പാരൻസ് നല്ല കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്തിട്ട് പറഞ്ഞു, എന്താണ് മുംബൈയിലെ വെക്കേഷൻ കണക്കായിരിക്കില്ല, മുംബൈയിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ തീരുമാനിച്ചാൽ എന്നൊക്കെ അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. എന്നിട്ട് അവസാനം സമ്മതിച്ചു. 2 കണ്ടീഷൻ്റെ പ്രകാരം സമ്മതിച്ചു. ഒന്ന്,
അണ്ടർ ഗ്രാജുവേറ്റിന് അവിടെ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കണം. 2 ഗ്രാജുവേറ്റ് ആകുമ്പോൾ ഫോറിൻ കൺട്രിയിലേക്ക് വരണം. The only place I could think to start was St. Xavier's, where my parents had studied. I walked into the crowded college office and asked for an appointment to see the principal. Admission shut 3 months earlier, I was told, and the principal doesn't give appointments. I stood in the corridor outside the office, choking back frustration. A student standing outside witnessed the exchange between the principal's assistant and me. He came over and whispered with a wink, there's a side door to the principal's office. You may want to try that. അപ്പോൾ അദ്ദേഹത്തിന് ട്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റ് സേവിയേഴ്സാണ്. സെൻറ്റ് സേവിയേഴ്സ് എന്ന് പറയുന്ന കോളേജാണ്. അപ്പോൾ അവിടെ അദ്ദേഹം ആ ഓഫീസിലേക്ക് അവരെ ചെല്ലുന്നു. ഇവിടെ ചെന്നിട്ട് അസിസ്റ്റൻ്റ് ചോദിക്കുകയാണ് പ്രിൻസിപ്പാളിനെ കാണണം. അപ്പോൾ അസിസ്റ്റൻ്റ് തിരിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അഡ്മിഷൻ 3 ദിവസം മുമ്പ് ക്ലോസ് ചെയ്തു, പ്രിൻസിപ്പാളിനെ കാണാൻ അപ്പോയിൻമെൻറ്റ് തന്നില്ലെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് പറയുകയാണ്, എന്താണ്, ഒരു സൈഡ് വേ ഉണ്ട് പ്രിൻസിപ്പാളിനെ കാണാൻ, ഒരു സൈഡ് ഡോർ ഉണ്ട്, അത് ട്രൈ ചെയ്യുന്നു എന്ന് ചോദിച്ചു. I went straight through the side door. Father de Cruz looked up quizzically and opened his mouth. But before he could say anything, I blurted out what I had rehearsed. Father, my life is in your hands. I want to do something for the children of India. I don't know how, only that I must. He was curious enough to ask me a few questions, and at the end of our conversation, Father thankfully granted me admission to St. Xavier's College. അപ്പോൾ ഇവരെന്ത് ചെയ്തു, സ്ട്രൈറ്റ് സൈഡ് ഡോർ കൂടെ കയറി ആ ഫാദറിനെ കാണുകയാണ്. ഫാദർ ഡി ക്രൂസ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ മൗത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഫാദർ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ഇവർ റിഹേഴ്സ് ചെയ്ത കണക്കുള്ള കാര്യങ്ങൾ അതൊക്കെ പറയുകയാണ്. ഫാദർ, ഇതാണ് എൻ്റെ ലൈഫ് നിങ്ങളുടെ കയ്യിലാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് കൂടെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഫാദർ അവസാനം ഇവർക്ക് അഡ്മിഷൻ ഗ്രാൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. The academic system at St. Xavier's was different from the system in US. Here a far more bookish form of learning replaced the academic rigor and intellectual stimulations I had received in Massachusetts. I quickly realized that I had been able to learn more in the city beyond the classroom. അപ്പോൾ സെൻറ്റ് സേവിയേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഇന്ത്യയിലെ സിസ്റ്റം എന്ന് പറയുന്നത് US സിസ്റ്റത്തേക്കാൾ, എഡ്യൂക്കേഷണൽ സിസ്റ്റത്തേക്കാൾ വളരെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ബുക്കിഷാണ്, ബുക്കിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചോദിക്കുന്നത്. അവിടെ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമ്മൾ അറിവ് നേടിയെടുക്കേണ്ട ആ ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്താണ്, ക്ലാസ് റൂമിനേക്കാൾ കൂടുതൽ മുംബൈയുടെ സിറ്റിയിൽ നിന്ന് പഠിക്കാനുണ്ട്. Now that I lived in India, I wanted to understand it in a different and deeper way than I had during my summer holidays. I walked around the city, just watching and listening. One day I walked into a sprawling low-income community, which was a maze of tiny alleyways buzzing with life. An estimated 10,000 people lived here with no running water, no system of waste disposal, and shared 6 dark cubicle toilets that lined at adjoining alley. അപ്പോൾ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇന്ത്യ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്ന് അവർക്ക് തോന്നി. അങ്ങനെ എന്ത് ചെയ്തു, ആ സിറ്റി കൂടെയൊക്കെ ഒന്ന് വാക്ക് ചെയ്തു. അവസാനം ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഏരിയ കാണുകയാണ്. അവിടെ ഏകദേശം ഒരു 10,000 കണക്കിന് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഒഴുകുന്ന അല്ലെങ്കിൽ നല്ല വെള്ളമില്ലാതെ, വേസ്റ്റ് ഡിസ്പോസലിന് ഒരു പ്രോപ്പർ സിസ്റ്റം ഇല്ലാതെ 6 ക്യൂബിക്കൽ ടോയ്ലറ്റ്സ് മാത്രം ഷെയർ ചെയ്ത് ലിവ് ചെയ്യുന്ന ഒരു 10,000-ഓളം ആൾക്കാർ. I walked around that afternoon speaking with children, wondering how life would be different in each one of them only had access to the opportunities that would fill their greatest potential. Walking down the narrow passageways, I must have looked a little dazed when a soft-spoken girl dressed in a beautiful sari welcomed me into her home. Her name was Sandhya. She was also 18 like me. She didn't speak a word of English and I didn't speak a word of Hindi, but she smiled and laughed and chatted a lot, and I felt an immediate connection with her. Sandhya's life was so different from mine. അപ്പോൾ ഇവരൊരു ആഫ്റ്റർനൂൺ ഇങ്ങനെ വാക്ക് അറൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാൻഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുട്ടികളൊക്കെ സംസാരിച്ചാണ് ഇവർ സംസാരിച്ച് നടക്കുകയാണ്.
അപ്പോൾ ഓരോ കുട്ടികളും ഡിഫറൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാക്കി തുടങ്ങി. അവർക്ക് ഓരോരുത്തർക്കും വലിയ പൊട്ടൻഷ്യൽ അവരിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഒരു നാരോ പാസേജ് വേയിലൂടെ നടന്നപ്പോൾ ഒരു സോഫ്റ്റ് സ്പോക്കൺ ഗേൾ, ഒരു സാരിയൊക്കെ ഉടുത്തിരിക്കുന്ന ഒരു ഗേൾ, അവരുടെ പേര് സന്ധ്യ എന്നാണ്, ഇവരെ ക്ഷണിക്കുകയാണ്, വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇവരും ആ സന്ധ്യ എന്ന് പറയുന്ന ആൾക്കും 18 വയസ്സാണ്, ഇവരെ കണക്ക് തന്നെയാണ്. അവർ ഒരു വാക്ക് പോലും ഇംഗ്ലീഷ് സംസാരിച്ചില്ല, ഇവരാണെങ്കിൽ ഒരു വാക്ക് പോലും ഹിന്ദിയിലും സംസാരിച്ചിട്ടില്ല. പക്ഷേ അവരെന്തൊക്കെയോ സംസാരിച്ച് കിടന്ന് ചിരിക്കുകയും സ്മൈൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. Every day I would go to her house after college. Her home was smaller than the bathroom of my house. When two children poked their heads inside the doorways to say hi to us, she welcomed them in. These children eventually formed the first class I would teach. Each day a few more kids would crowd into the little home and ask to learn a few words in English or a little math or a song. Even though I know very little of India, I felt useful and confident. അപ്പോൾ എല്ലാ ദിവസവും കോളേജിന് ശേഷം അവരുടെ വീട്ടിലേക്ക് പോകാൻ ആരംഭിച്ചു. അവരുടെ വീടെന്ന് പറയുന്നത് അവരുടെ വീടിൻ്റെ ബാത്റൂമിനേക്കാൾ ചെറുതാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുഞ്ഞൊരു വീടാണ്, വളരെ ചെറിയൊരു വീടാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ആദ്യം കുറച്ച് കുട്ടികൾ അവരുടെ തലയൊക്കെ ഈ വാതിൽ കൂടെ ഇട്ട് നോക്കി ഹൈയൊക്കെ പറഞ്ഞു, അവരെയൊക്കെ വെൽക്കം ചെയ്തു. എന്നിട്ട് അവരെ പഠിപ്പിച്ചു, എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു. പിറ്റേ ദിവസം അതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. അവരെ എന്താണ് ആവശ്യപ്പെട്ടത്? ഇംഗ്ലീഷിൽ കുറച്ച് വാക്കുകൾ, അതുപോലെ തന്നെ കുറച്ച് മാത്സ്, കുറച്ച് പാട്ട്, അങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ അവർക്ക് ഇന്ത്യയെക്കുറിച്ച് കുറച്ചേ അറിയാമെങ്കിലും ഇപ്പോൾ അവർ കുറച്ച് കോൺഫിഡൻസ് തോന്നി തുടങ്ങി. This became my routine. I had leave college as soon as I could and rushed to my new world in the community. Here I saw truth and hope. The children would shout, "Didi, Didi," excitedly when I went there. This was starting to feel like a lifelong commitment. അപ്പോൾ ഇത് അവരുടെ റൊട്ടീനായിട്ട് മാറി. ഇപ്പോൾ കോളേജ് വിട്ടിട്ട് ഉടനെ തന്നെ എങ്ങോട്ട് പോകും? ആ പുതിയ കമ്മ്യൂണിറ്റിയിലേക്ക് പോകും. അപ്പോൾ അവർക്കവിടെ സത്യവും അതുപോലെ തന്നെ പ്രതീക്ഷയൊക്കെ കാണാൻ പറ്റി. ഈ കുട്ടികൾ അവരെ വിളിക്കുന്നത് ദീദി ദീദി എന്നാണ്. ദീദി എന്ന് വിളിക്കുമ്പോൾ അവർക്ക് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് അവരുടെ അടുത്തുള്ളത് കണക്ക് തോന്നാൻ തുടങ്ങി. Akanksha was born of the simple idea that India had people who could teach spaces that could be utilized as classrooms and the funds with which to educate all the children. Everything exists. I just need to find a way to bring all together. അപ്പോൾ ആകാംക്ഷ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ തുടങ്ങുന്നത് ഒരു സിമ്പിൾ ഐഡിയ എന്നാണ്. അതായത് ഇന്ത്യക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ക്ലാസ് റൂമായിട്ട് ഉപയോഗിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ ഫണ്ട്സും ഒക്കെ ഉണ്ട്. ഈ ആകാംക്ഷയുടെ ലക്ഷ്യം എന്താണ്? ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരിക. The people in the community wanted only 3 things: housing, water and education. I realized that if I wanted the students to take school seriously, they need an environment free of the community's distractions. So we started the search for our first Akansha center space. അപ്പോൾ അവരുടെ ആ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് വേണ്ടത് 3 കാര്യങ്ങൾ മാത്രമാണ്. 1 ഹൗസിങ്, 2 വാട്ടർ, 3 എഡ്യൂക്കേഷൻ. അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, എഡ്യൂക്കേഷൻ വേണമെങ്കിൽ അവിടെ ആ കമ്മ്യൂണിറ്റിയുടെ ഡിസ്ട്രാക്ഷൻസിൻ്റെ ഇടയിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ആകാംക്ഷയുടെ ആദ്യത്തെ സെൻട്രൽ സ്പേസിന് വേണ്ടിയുള്ള സെർച്ച് ആരംഭിക്കുകയാണ്. I approached 20 schools in the city responding to give just 1 classroom in their school building for 3 hours every evening. All of them refused for the most illogical reason. Some administration claimed that idea of teaching underprivileged children was way too revolutionary, while others complained that they would spread disease to the other students. A principal of a reputed school even complained how she simply couldn't allow the children into her school, as the glass bangles worn by the daughter of the fisherman would scratch the desk of her classrooms. Finally, when I was almost ready to give up, the principal of the Holy Name High School in Kolaba agreed to give classroom that became the first Akansha Center. അപ്പോൾ ഇവർ ഏകദേശം ഒരു 20 സ്കൂൾസിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. മിക്കുള്ളവരും അത് ഡിനേ ചെയ്യുകയാണ് ചെയ്തത്. അപ്രോച്ച് ചെയ്യുന്നത് എല്ലാ ഈവനിങ്ങിലും ഒരു 3 hours ക്ലാസ് എടുക്കാൻ ഒരു ക്ലാസ് റൂം വേണമെന്ന് മാത്രമാണ് അപ്രോച്ച് ചെയ്തത്. പക്ഷേ എല്ലാ സ്കൂൾസും ഇല്ലോജിക്കൽ റീസൺസൊക്കെ പറഞ്ഞ് അവോയ്ഡ് ചെയ്തു. ചില സ്കൂൾസ് പറഞ്ഞാൽ അത് വളരെ റവല്യൂഷണറി ആയ ഒരു തോട്ടാണെന്ന്, ചിലർ പറഞ്ഞ എന്താണ് ഈ കുട്ടികൾ വഴി ബാക്കി കുട്ടികൾക്ക് ഡിസീസ് വരാൻ ചാൻസ് ഉണ്ടെന്ന്.
ഒരു സ്കൂളിൽ പ്രിൻസിപ്പാൾ പറഞ്ഞ വളരെ റയറായൊരു അഭിപ്രായമാണ്, അല്ലെങ്കിൽ കാര്യമാണ്. എന്താണ്, ഈ ഫിഷർമാൻസിൻ്റെയൊക്കെ മക്കൾ ധരിക്കുന്ന ഗ്ലാസ് ബാംഗിൾസ് കൊണ്ട് ഈ ഡെസ്കിലൊക്കെ സ്ക്രാച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അവസാനം ഇവർ ഗിവപ്പ് ചെയ്യാൻ തീരുമാനിച്ച സമയത്താണ് ഹോളി നെയിം ഹൈസ്കൂളിലെ, കുളാബിലുള്ള ഹോളി നെയിം ഹൈസ്കൂളിലെ പ്രിൻസിപ്പാൾ അകാൻഷ സെൻ്റർ ആക്കാൻ ഒരു ക്ലാസ് റൂം കൊടുക്കാൻ എഗ്രി ചെയ്യുന്നത്. I mobilized volunteers from St. Xavier's to teach and made a rough plan of what they had teach. I just wanted the classes to be a place where the children can feel safe, a space where they can leave the difficulties of their lives behind and just be children. Akansha finally came into existence in 1991 from a single class with 15 children. Akansha grew to 58 centers and 6 schools with over 3,500 children. The program developed very organically over years. Like a soup made special by chefs, tossing in what's needed after each tasting, a blend all its own. The stock ingredients were basic English and maths. To that, a dash value, self-esteem and confidence. 1991 ആകാംക്ഷ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കപ്പെട്ടു. ഒരു സിംഗിൾ ക്ലാസ് റൂമിൽ 15 കുട്ടികളിൽ നിന്നും ആകാംക്ഷ ഇന്ന് 58 സെൻറ്ററുകളും 6 സ്കൂളുകളും ഏകദേശം 3500 കുട്ടികളിലേക്കും ഡെവലപ്പ് ചെയ്തു. ഇതൊരു ഓർഗാനിക്കൽ ഡെവലപ്മെൻറ്റ് തന്നെയായിരുന്നു, പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. അപ്പോൾ ഇത് ഇവരെന്ത് ചെയ്യും, ഒരു സൂപ്പ് ഉണ്ടാക്കുന്നില്ല, ഒരു സ്പെഷ്യൽ ഷെഫ് ഒരു സൂപ്പ് ഉണ്ടാക്കുന്ന പോലെയാണ് ഇവർ ഫീൽ ചെയ്തത്. അപ്പോൾ അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബേസിക് ഇംഗ്ലീഷും മാത്സും ഒക്കെ ആയിരുന്നു. പിന്നെ വാല്യൂസും സെൽഫ് എസ്റ്റീമും കോൺഫിഡൻസും ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആയിരുന്നു അതിൽ ചേർത്തിരുന്നത്. അപ്പോൾ ഇതെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതായിരുന്നു ഈ ആകാംക്ഷ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.